ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് CBSE പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നത്. കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. വോളിയം ആൻഡ് സർഫസ് ഏരിയ ഓഫ് ഹെമിസ്ഫിയർ ആർ ന്യൂമറിക്കലി ഈക്വൽ ബട്ട് ഇസ് ദ ഡയമീറ്റർ ഓഫ് ദ ഹെമിസ്ഫിയർ എന്നാണ് ആദ്യം ചോദ്യം. അപ്പോൾ നമുക്കറിയാം ഇവിടെ തന്ന ഇത് പ്രകാരം വോളിയം ഓഫ് ഹെമിസ്ഫിയർ ഈക്വൽ ടു സർഫസ് ഏരിയ ഓഫ് ഹെമിസ്ഫിയർ എന്ന് കൊടുക്കുക. രണ്ട് ന്യൂമറിക്കലി ഈക്വൽ എന്നാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ വോളിയം ഓഫ് ഹെമിസ്ഫിയർ ഈക്വൽ ടു സർഫസ് ഏരിയ ഓഫ് ഹെമിസ്ഫിയർ. വോളിയം ഓഫ് ഹെമിസ്ഫിയർ എന്താണ്? 2/3 പൈ ആർ ക്യൂബ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 3 പൈ ആർ സ്ക്വയർ. ഇവിടെ നമുക്ക് പൈ രണ്ടും ക്യാൻസൽ ആയി 2/3 ആർ, അതായത് ആർ ക്യൂബും ആർ സ്ക്വയറും ക്യാൻസൽ ചെയ്യുമ്പോൾ ആർ മാത്രം വരും, ഈക്വൽ ടു 3. അപ്പോൾ 2r ഈക്വൽ ടു 9. 2r എന്ന് പറയുന്നത് എന്താണ്? ഡയമീറ്റർ ഈക്വൽ ടു 9 യൂണിറ്റ്. അങ്ങനെ എഴുതുക. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ ദ ഫിഗർ AB and CD are common tangents to two circles of unequal radii. Prove that AB equal to CD. ഇവിടെ AB equal to CD എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കൺസ്ട്രക്ഷൻ വേണം. എങ്ങനെ കൺസ്ട്രക്ഷൻ കൊടുക്കാം? അതായത് ABയും CDയും എക്സ്റ്റെൻഡ് ചെയ്തിട്ട് P എന്ന പോയിന്റിൽ മീറ്റ് ചെയ്യുന്ന വിധത്തിൽ. അപ്പോൾ ഇതിനെ നമ്മൾ കുറച്ചും കൂടി ഇങ്ങനെ നീട്ടി വരയ്ക്കുക. അതായത് ഇവിടെ ഇതൊരു സർക്കിൾ, ഇതിന് ഇങ്ങനെ ടച്ച് ചെയ്യുന്ന വിധത്തിൽ ഇവിടെ P, ഇത് AB, ഇത് CD, P എന്ന പോയിന്റ് X. അതായത് എക്സ്റ്റെൻഡ് AB and CD to meet at P എന്ന പോയിന്റിൽ മീറ്റ് ചെയ്യുന്നത് ABയും CDയും നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തു. അപ്പോൾ ഇത് O എന്ന സെൻറ്ററിലുള്ള ഒരു സർക്കിൾ, ഇത് O' എന്ന സെൻറ്ററിലുള്ള സർക്കിൾ. അപ്പോൾ ഇവിടെ അൺഈക്വൽ റേഡിയ ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ടല്ലോ ക്വസ്റ്റ്യനിൽ. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് പറയാം? O എന്ന സർക്കിളിൽ, അതായത് O എന്ന സെൻറ്റർ വരുന്ന സർക്കിളിൽ നിന്നുള്ള ടാൻജൻ്റ് ആണ് PAയും PCയും. PA ഈക്വൽ ടു PC. Tangents from an external point are equal. നമ്മൾ തിയറം പഠിച്ചിട്ടുണ്ട്. ടാൻജന്റ് ഫ്രം ആൻ എക്സ്റ്റേണൽ പോയിന്റ് എന്താണ്? ഈക്വൽ. അതിന് ഇക്വേഷൻ 1 എന്ന് കൊടുത്തു. ഇനി O' എന്ന സെൻറ്ററിൽ നിന്നുള്ള സർക്കിളിന്റെ ടാൻജന്റ് ആണ് BPയും DPയും. അപ്പോൾ BP ഈക്വൽ ടു DP. അതും അതേപോലെ തന്നെ ടാൻജന്റ് ഫ്രം ആൻ എക്സ്റ്റേണൽ പോയിന്റ് ആർ ഈക്വൽ. അതിനെ നമ്മൾ ഇക്വേഷൻ 2 എന്ന് കൊടുത്തു. ഇനി എന്ത് ചെയ്യുക? നമുക്ക് AB ഈക്വൽ ടു CD എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഇവിടെ നോക്കുകയാണെങ്കിൽ PAയിൽ നിന്ന് PB മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? AB കിട്ടും. അതുപോലെ PCയിൽ നിന്ന് DP മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ CD കിട്ടും. അപ്പോൾ ഇക്വേഷൻ സബ്ട്രാക്റ്റിംഗ് ഇക്വേഷൻ 1 and 2. സബ്ട്രാക്റ്റിംഗ് ഇക്വേഷൻ 1 and 2 എന്ന് കൊടുക്കുക. 1 and 2 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ PA മൈനസ് PB അല്ലെങ്കിൽ BP എങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല. PA മൈനസ് BP ഈക്വൽ ടു PC മൈനസ് DP എന്ന് കിട്ടും. PA മൈനസ് PB എന്താണ്? AB. അപ്പോൾ AB ഈക്വൽ ടു CD എന്ന് കിട്ടും. അതുപോലെ PCയിൽ നിന്ന് DP മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ CD കിട്ടും. അപ്പോൾ നമുക്കതാണ് പ്രൂവ് ചെയ്യേണ്ടത്, AB ഈക്വൽ ടു CD. ഇതിൽ അത്രയും ഓർമ്മിക്കൊണ്ട് കൺസ്ട്രക്ഷൻ കൊടുക്കുക. ഒരു എക്സ്റ്റേണൽ ABയും CD എക്സ്റ്റേണൽ പോയിന്റ് P എന്ന പോയിന്റിൽ മീറ്റ് ചെയ്യുന്ന വിധത്തിൽ വരുന്നതിന് ശേഷം രണ്ട് സർക്കിളിൻ്റെയും ടാൻജന്റ് ഈക്വൽ ആണെന്ന് പറയുക. അത് രണ്ടും കൂടി മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് AB ഈക്വൽ ടു CD എന്ന് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, എ ബാഗ് കണ്ടെയ്ൻസ് 15 white and some black balls. If the probability of drawing a black ball from the bag is thrice that of drawing a white ball, find the number of black balls in the bag. അപ്പോൾ നമുക്കിവിടെ ബ്ലാക്ക് ബോൾസ് എത്രയാണെന്ന് അറിയില്ല. ലെറ്റ് ദ നമ്പർ ഓഫ് ബ്ലാക്ക് ബോൾസ് ബി എന്തായിട്ട് എടുക്കുന്നു? നമ്മൾ X ആയിട്ട് എടുത്തു. അങ്ങനെ വേണമെങ്കിൽ എടുക്കാം. ഒന്നുമില്ല N എന്ന് കൊടുക്കുക, അല്ലെങ്കിൽ X. ലെറ്റ് ദ നമ്പർ ഓഫ് ബ്ലാക്ക് ബോൾസ് ബി X. അപ്പോൾ വൈറ്റ് ബോൾസ്, നമ്പർ ഓഫ് വൈറ്റ് ബോൾസ് എത്രയാണ്? 15 തന്നിട്ടുണ്ട്. ടോട്ടൽ നമ്പർ ഓഫ് ബോൾസ് എന്ന് പറയുന്നത്, അതായത് ടോട്ടൽ ഔട്ട്കംസ് നമുക്ക് എത്രയാണ്? ഇവിടെ ടോട്ടൽ നമ്പർ ഓഫ് ബോൾസ് ഇസ് ഈക്വൽ ടു
ബ്ലാക്ക് ബോളിൻ്റെയും വൈറ്റ് ബോളിൻ്റെയും ടോട്ടൽ 15+x ആണ് ടോട്ടൽ നമ്പർ ഓഫ് ബോൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനിൽ പ്രോബബിലിറ്റി ഓഫ് ഡ്രോയിങ് എ ബ്ലാക്ക് ബോൾ ഫ്രം ദ ബാഗ് ഈസ് ത്രൈസ് ദാറ്റ് ഓഫ് ഡ്രോയിങ് എ വൈറ്റ് ബോൾ ആണ്. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് ബ്ലാക്ക് ബോൾ എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് ബ്ലാക്ക് ബോൾ ഈക്വൽ ടു 3 times പ്രോബബിലിറ്റി ഓഫ് വൈറ്റ് ബോൾസ് എന്നാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. അപ്പോൾ പ്രോബബിലിറ്റി ബ്ലാക്ക് ബോളിൻ്റെ പ്രോബബിലിറ്റി എത്രയാണ് വരിക? പ്രോബബിലിറ്റി ബ്ലാക്ക് ബോൾസ് എക്സ് ആണ്. എക്സ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ബോൾസ് 15+x ഈക്വൽ ടു 3 ഇൻറ്റു എത്രയാണ് വൈറ്റ് ബോളുള്ള 15/15+x. ഇനി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. എക്സ് ഇൻറ്റു 15+x അല്ലെങ്കിൽ എന്ത് ചെയ്യുക, അവിടെ നമുക്ക് 15+x രണ്ടിലും ക്യാൻസൽ ആയി പോകും. 15+x ഇവിടെ ഉണ്ട്, ഇതിലും ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും ക്യാൻസൽ ആവുന്ന സമയത്ത് എക്സ് ഇസ് ഈക്വൽ ടു 15 ഇൻറ്റു 3 എന്ന് പറയുന്നത് 45. നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് ഫൈൻഡ് ദ നമ്പർ ഓഫ് ബ്ലാക്ക് ബോൾസ്. നമ്പർ ഓഫ് ബ്ലാക്ക് ബോൾസ് ആണ് എക്സ്. അപ്പോൾ ദർഫോർ നമ്പർ ഓഫ് ബ്ലാക്ക് ബോൾസ് ഈക്വൽ ടു 45. അത്രേ അതിലുള്ളൂ. ക്രോസ് ചെയ്യേണ്ട കാര്യമില്ല, രണ്ടിലും ഡിനോമിനേറ്റർ ക്യാൻസൽ ആയി പോകുന്നു. The dimensions of a solid iron cuboid are 4.4 meter into 2.6 meter into 1 meter. It is melted and recast into a hollow cylindrical pipe of 30 centimeter inner radius and thickness 5 centimeter. Find the length of the pipe എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു ക്യൂബോയിഡ് ഷേപ്പിലുള്ള സോളിഡിനെയാണ് നമ്മൾ എന്തായിട്ട് കൺവേർട്ട് ചെയ്തിട്ടുള്ളത്? സിലിണ്ട്രിക്കൽ ഹോളോ സിലിണ്ട്രിക്കൽ പൈപ്പ്. അപ്പോൾ രണ്ടിൻ്റെയും വോളിയം ഈക്വൽ ആയിരിക്കും. വോളിയം ഓഫ് ക്യൂബോയിഡ് ഈക്വൽ ടു വോളിയം ഓഫ് ഹോളോ സിലിണ്ടർ. രണ്ടിൻ്റെയും വോളിയം ഈക്വൽ ആയിരിക്കും. അപ്പോൾ വോളിയം ഓഫ് ക്യൂബോയിഡ് നമുക്കറിയാം L ഇൻറ്റു B ഇൻറ്റു H. അത് ഈക്വൽ ടു ഇവിടെ ഹോളോ സിലിണ്ടർ ആണ്, ഇന്നർ റേഡിയസ് തന്നതുകൊണ്ട് പിന്നെ നമുക്ക് എങ്ങനെ എടുക്കാം? πr² - r² ഇൻറ്റു H. R എന്ന് പറയുന്നത് ഔട്ടർ റേഡിയസ്, സ്മോൾ r എന്ന് പറയുന്നത് ഇന്നർ റേഡിയസ്. അപ്പോൾ ഇന്നർ റേഡിയസ് നമുക്ക് തന്നിട്ടുണ്ട്. ഇന്നർ റേഡിയസ് എത്രയാണ്? ഇന്നർ റേഡിയസ് ഇസ് ഈക്വൽ ടു 30 സെൻറ്റിമീറ്റർ ആണ്. ക്യാപിറ്റൽ R എന്ന് പറയുന്നത് ഈ ഇന്നർ റേഡിയസിൻ്റെ കൂടെ അതിൻ്റെ തിക്നെസ്സും കൂടി ആഡ് ചെയ്യുക. അപ്പോൾ 35 സെൻറ്റിമീറ്റർ. ഇനി ഇതെല്ലാം സെൻറ്റിമീറ്ററിലാണുള്ളത്. നമുക്ക് ലെങ്ത് ഓഫ് ദ പൈപ്പാണ് കാണേണ്ടത്, അതാണ് H. അപ്പോൾ ഇവിടെ ലെങ്ത് ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് തന്നിട്ടുണ്ട്. അത് എന്തിലാണ് തന്നിട്ടുള്ളത്? മീറ്ററിലാണുള്ളത്. അതിനെ സെൻറ്റിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുക. അപ്പോൾ 4.4 ഇൻറ്റു 100 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 440 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. അപ്പോൾ ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 440 ഇൻറ്റു 260 ഇൻറ്റു അവിടെ 100 ഇങ്ങനെയാണ് വരുന്നത്. ഈക്വൽ ടു പൈയുടെ വാല്യൂ 22/7 ഇൻറ്റു R എന്ന് പറയുന്നത് 35² മൈനസ് സ്മോൾ r 30² ഇൻറ്റു H. ആ H ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ H കണ്ടുപിടിക്കാൻ വേണ്ടി 440 ഇൻറ്റു 260 ഇൻറ്റു 100, ഈ 7 ഇങ്ങോട്ടേക്ക് ക്രോസ് ചെയ്യുക, ഈക്വൽ ടു 22 ഇൻറ്റു ഇവിടെ 35 ഇൻറ്റു 35 എന്ന് പറയുന്നത് 1225 മൈനസ് 900 ഇൻറ്റു H ഇങ്ങനെയാണ് ഉള്ളത്. ഇനി H കണ്ടുപിടിക്കണം. H കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 1225 മൈനസ് 900 എന്ന് പറയുമ്പോൾ 325 ആണ് വരുന്നത്. അപ്പോൾ H ഇസ് ഈക്വൽ ടു 440 ഇൻറ്റു 260 ഇൻറ്റു 100 ഇൻറ്റു 7 ഡിവൈഡ് ബൈ 22 ഇൻറ്റു ഇതിനെ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 325 ആണ് കിട്ടുന്നത്. ഇനി ഇതിനെ ക്യാൻസൽ ചെയ്യുക. ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ 20, ഇവിടെ ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ 5 കൊണ്ട് ക്യാൻസൽ ചെയ്യാം. 5 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ 6 5, ഇതിനെ 5 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ 20 എന്ന് വന്നു. ഇനി ഇതിനെ 5 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് 1 30 എന്ന് വരും. ഇതിനെ 5 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ 4 എന്ന് കിട്ടി.
13 ഇൻറ്റു 2 26 ആണ്. അപ്പോൾ ഇവിടെ 20 എന്ന് പറഞ്ഞു. അപ്പോൾ എത്രയാണ് 20 ഇൻറ്റു 20 400 ഇൻറ്റു 28 ഇൻറ്റു 4 എന്ന് പറയുന്നത് 3 112 11200 3 സെൻറ്റിമീറ്റർ ആണ് വരുന്നത്. മീറ്റർ ആണെങ്കിൽ 112 മീറ്റർ എന്ന് പറയാം. അപ്പോൾ ലെങ്ത് ഓഫ് ദ പൈപ്പാണ് നമുക്ക് കാണുന്നത്. ലെങ്ത് ഓഫ് ദ പൈപ്പ് ഈക്വൽ ടു 112 മീറ്റർ ആണ് അതിൻ്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എ നമ്പർ ഈസ് ചോസൺ അറ്റ് റാൻഡം ഫ്രം ദ നമ്പേഴ്സ് -3 -2 -1 0 1 2 3. വാട്ട് വിൽ ബി ദ പ്രോബിലിറ്റി ദാറ്റ് ദ സ്ക്വയർ ഓഫ് ദിസ് നമ്പർ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. അതായത് ഈ നമ്പേഴ്സിൻ്റെ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ ലെസ് ദാൻ 1 അല്ലെങ്കിൽ ഈക്വൽ ടു 1 വരുന്നതിൻ്റെ പ്രോബിലിറ്റിയാണ് നമുക്ക് കാണുന്നത്. അപ്പോൾ ഇവിടെ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് എന്ന് പറയുന്നത് എത്ര നമ്പേഴ്സ് ഉണ്ട് എന്നുള്ളത് 1 2 3 4 5 6 7. ടോട്ടൽ ഔട്ട്കംസ് എന്ന് പറഞ്ഞാൽ 7. ഇനി നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കം എന്താണ് നമ്മുടെ പ്രോബിലിറ്റി ഓഫ് ദാറ്റ് ദ സ്ക്വയർ ഓഫ് ദിസ് നമ്പർ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. പ്രോബിലിറ്റി എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ് ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ്. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് കിട്ടി. ഇനി ഫേവറബിൾ ഔട്ട്കംസ് എന്താണെന്നുള്ളത് കാണണം. ഫേവറബിൾ ഔട്ട്കംസ് എന്താണ്? ഇവിടെ നമ്മൾ സ്ക്വയർ ചെയ്ത ഈ നമ്പേഴ്സ് ഇതിപ്പോൾ നമ്മൾ -3 ആണ്, അതിനെ സ്ക്വയർ ചെയ്താൽ 9 ആണ് വരിക. അത് ലെസ് ദാൻ 1 അല്ല, 2ൻ്റെയും വരില്ല. അപ്പോൾ -1 സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ 1 ആണ് വരിക. 0ൻ്റെ സ്ക്വയർ 0 തന്നെ, 1നെ സ്ക്വയർ ചെയ്താലും 1 തന്നെയാണ് കിട്ടുക. അപ്പോൾ ഇത്രയും നമ്പേഴ്സ് മാത്രമേ വരുള്ളൂ. അപ്പോൾ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ഇവിടെ 3/7 ആണ്. അതാണ് അതിൻ്റെ ആൻസർ. ഇന്നത്തെ ക്ലാസ് 3 നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. അതുപോലെ ഇതൊരു സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.